നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മഴക്കെടുതിയിൽ 15 പേർക്ക് ജീവൻ നഷ്ടമായതായും 7 പേരെ കാണാനില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കെടുതിക്ക് മുൻപ് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നിരുന്നു. ഡാമുകളിൽ വെള്ളം കുറവാണ്, എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നു. ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടുന്നു എന്നാണ് പ്രചാരണം. ഇത്തരം പ്രവൃത്തികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മഴക്കെടുതിയിലും ഉരുൾപൊട്ടലിലുമായി ജീവൻ നഷ്ടപ്പെട്ടവരുടെ സംസ്കാര ചെലവുകൾക്കായി 10,000 രൂപ അനുവദിക്കും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരമായി 8 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു. വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് ധനസഹായമായി 12 ലക്ഷം രൂപയും വീട് നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷം രൂപയും നൽകും. വീടുകളിൽ വെള്ളം കയറിയവർക്ക് ധനസഹായമായി 10,000 രൂപയും ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് പ്രതിസന്ധി തീരുന്നതുവരെ 300 രൂപ വീതം ദിനബത്തയായി നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു കാർഡിൽ നിന്ന് 2 പേർക്കായിരിക്കും ദിനബത്ത നൽകുക. അതിശക്തമായ മഴയിൽ സംസ്ഥാനത്തെ 165 ഹെക്ടർ കൃഷിഭൂമി നശിച്ചതായാണ് പ്രാഥമിക വിവരമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ക്യാമ്പുകൾ നേരത്തെ തയ്യാറായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓറഞ്ച് അലർട്ടിന് ആവശ്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു, എന്നാൽ അതിതീവ്ര മഴയ്ക്ക് ആളുകളെ ഒഴിപ്പിക്കാൻ സമയം കിട്ടിയില്ല. കാലാവസ്ഥാ പ്രവചനത്തിന് കൂടുതൽ മികച്ച സൗകര്യം ഒരുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊന്നാനിയിലെ വിരുന്ന് വിവാദത്തിലും ഹെലികോപ്റ്റർ വിവാദത്തിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വിരുന്നിനായിരുന്നില്ല പൊന്നാനിയിൽ പോയതെന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2018-ലും 2019-ലും ദുരന്തമുണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചില്ലായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചതാണോ തെറ്റ്? നടക്കുന്നത് ഹീനമായ അപവാദ പ്രചരണം എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംഭവ ദിവസം രാവിലെ 5 മണി മുതൽ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 3 മണിക്ക് ഭക്ഷണം കഴിച്ചുപോയി. മലബാറിൽ ഭക്ഷണം കഴിക്കാൻ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചതുകൊണ്ട് സർക്കാരിന് 1 രൂപ പോലും നഷ്ടമുണ്ടായിട്ടില്ല. യാത്ര ചെയ്തില്ലെങ്കിലും 80 ലക്ഷം രൂപ നൽകണം. കഴിഞ്ഞ സർക്കാർ സെപ്റ്റംബർ 19 വരെ വാടക കരാർ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ, മലപ്പുറം, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ആഗസ്റ്റ് 4, 5, 6, 10 തീയതികളിൽ നടത്താനിരുന്ന PSC പരീക്ഷകളും മാറ്റിയിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ, അതായത് ഓഗസ്റ്റ് 4 തീയതി ചൊവ്വാഴ്ച അവധിയായിരിക്കും എന്ന് മലപ്പുറം കളക്ടർ അറിയിച്ചിട്ടുണ്ട്. മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് എന്നും മുൻകൂട്ടി നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം കനത്ത മഴയെ തുടർന്നും പ്രളയബാധിത ക്യാമ്പുകൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നതിനാലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടറും അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും മറ്റും ശക്തമായ മഴ പെയ്യുന്നതിനാലും തുടർന്നും മഴ പ്രതീക്ഷിക്കുന്നതിനാലും വെള്ളക്കെട്ടുള്ളതിനാലും ജില്ലയിലെ സ്കൂളുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണെന്ന് കളക്ടർ അറിയിച്ചു. അതേസമയം കണ്ണൂർ, ഇടുക്കി, വയനാട് ജില്ലകളിൽ ഭാഗിക അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുള്ളത്. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. അതേസമയം ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല അല്ലെങ്കിൽ പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. ഇടുക്കി ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പ് അവസാനിക്കുന്ന ദിവസം വരെ അവധിയായിരിക്കും. ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.